OET എക്സാമിൽ കയറ്റാൻ പാടില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാശ് രൂപം എൻ്റെ ഈ 2 പേരിനുള്ളിൽ ഞാൻ ഒളിപ്പിച്ച് പിടിച്ചു. ഞാൻ കൊടുക്കൂല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി. ആ സമയത്ത് ഞാൻ എക്സാം എഴുതുന്ന ആ ഓരോ ക്വസ്റ്റിൻ്റെ അടുത്തും കാശ് രൂപം തെളിയാൻ തുടങ്ങി. ഞാനെല്ലാം അതുമാത്രം ഞാൻ മാർക്ക് ചെയ്തു, കൊടുത്തു, എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ എല്ലാ ലിസണിങ്ങും റീഡിങ്ങും കഴിഞ്ഞു. റൈറ്റിംഗ് തുടങ്ങി. റൈറ്റിംഗ് ഒരു കഥ പോലെ എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എവിടെയും സ്റ്റക്കായില്ല, മായ്ക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാം ഒരു അമ്മ മാതാവ് എനിക്ക് ഇങ്ങനെ കഥ പോലെ പറഞ്ഞു തന്നു. ഞാൻ എല്ലാം എഴുതി. ലാസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിങ്ങിന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനെ പോലെ ഒരു ഇൻ്റർലോക്യൂറ്ററിനെ എനിക്ക് തരണേന്ന്. അതുപോലെ തന്നെ ഒരു ഇൻ്റർലോക്യൂറ്ററിനെ എനിക്ക് തന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ മാതാവാണ് എനിക്ക് ഇൻ്റർലോക്യൂറ്ററായിട്ട് വരുന്നെങ്കിൽ തമ്പുരാൻ എൻ്റെ കൂടെ ഇരിക്കണമെന്ന്. അതേപോലെ എനിക്ക് നല്ലോണം സ്പീക്കിംഗ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് അത്രയും കോൺഫിഡൻസോടെ കയറി. 2ാമത്തെ റോൾ പ്ലേ കാർഡ് എൻ്റെ കയ്യിൽ തന്നപ്പോഴത്തേക്കും എനിക്കൊന്നും കിട്ടുന്നില്ല. ആകെ വെപ്രാളാവും. പക്ഷേ എനിക്ക് ടെൻഷനില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അക്കാദമിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ടെൻഷൻ ഒന്നുമില്ലാതെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പറയാൻ തുടങ്ങി. ആ മാമിൻ്റെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം ഞാൻ പറയുന്നത് മൊത്തം തെറ്റാണെന്ന്. കാരണം ആ മാമിൻ്റെ മുഖം മാറാൻ തുടങ്ങി. ഞാൻ ആൻസർ ചെയ്യുമ്പോഴും ആ മാമിൻ്റെ മുഖം അങ്ങനെ മാറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സങ്കടം വന്നു. എങ്കിലും ഞാൻ എന്തോ എന്നെ പിടിച്ചു നിർത്തുന്നുണ്ടാവുന്നു, പറ എന്ന്.